+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NAOS ഏപ്രിൽ 2024 എക്സാം ഒക്കെ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇത് എഴുതി കംപ്ലീറ്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇന്ന് നമ്മളിവിടെ സോർട്ട് ചെയ്യാൻ പോകുന്നത്. NAOS സർട്ടിഫിക്കറ്റ് ഈസ് വാല്യൂഡ് ഓർ നോട്ട്? NAOS സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ NAOS സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ നോട്ട് വാല്യൂ എന്ന് പറയുന്ന കാരണങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. NAOS ഏപ്രിൽ 2024 +2 പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ബോർഡുകളിലും ഈ വർഷം +2 പാസ്സായിട്ട് ഡിഗ്രി ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബാസ് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ 3ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ചാണ് നമ്മുടെ 3rd ബാച്ച്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പൂർണ്ണമായിട്ട് സൗജന്യമാണ് ക്ലാസ്, ഫീകളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നത് നമുക്ക് ഓരോ കോഴ്സ് BA ഇംഗ്ലീഷ് എന്താ, BA സോഷ്യോളജി എന്താ, BA പൊളിറ്റിക്സ് എന്താ, BA ഹിസ്റ്ററി എന്താ, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഡിഗ്രിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 1-to-1 കൗൺസിലിംഗ്, നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരു അഭിരുചി ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് ഏതാന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ. സോ അതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം. അതിന്റെ ലാസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NAOS ഏപ്രിൽ 2024 റിസൾട്ട് കാത്തിരിക്കുകയാണ്. ജൂൺ ലാസ്റ്റ് ഒക്കെ ആയിട്ടോ ജൂലൈ ഫസ്റ്റ് വീക്കിന്റെ ഉള്ളിലൊക്കെ നമ്മുടെ റിസൾട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. സോ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടികൾ ചോദിക്കും, ഇപ്പൊ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നിട്ട് ഈ ഒരു NAOS സർട്ടിഫിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ അത് പാസ്സായി, ഇനി അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഞങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റിന് എല്ലാവിധ വാല്യൂ ഉണ്ടോ? അവർ പറഞ്ഞു ഇല്ല, ഇവർ പറഞ്ഞു ഇല്ല, അവർ പറഞ്ഞു കുറച്ച് കിട്ടും, അവർ പറഞ്ഞു ഒന്നും കിട്ടില്ല. ഇങ്ങനെ പല കൺഫ്യൂഷൻസ് ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാവുക. കാരണം നമ്മളിത് പഠിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കാം. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം നമ്മൾ കൺസേൺ ആവില്ല. ഒരു പക്ഷേ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സാധ്യതകൾ, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എല്ലായിടത്തും പോകാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴ്സിലോട്ട് വന്നത്. സോ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സംശയിക്കുന്നത് ഇപ്പോൾ NAOS എന്നുള്ള 6 മാസത്തെ കോഴ്സ് അല്ലാതെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തന്നെ ഒരുപാട് മറ്റുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. 6 മാസം കൊണ്ട് +2 10ാം ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഒത്തിരി ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡുകളാണെങ്കിലും പ്രൈവറ്റ് ബോർഡുകളാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാന ബോർഡുകളൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ പ്രൈവറ്റ് ബോർഡുകൾ, ഓപ്പൺ സ്കൂളിംഗ് ബോർഡുകൾ, അങ്ങനെ വ്യത്യസ്ത ബോർഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സോ ഏത് ബോർഡിൽ നമ്മൾ എടുത്ത് പഠിച്ചു എന്നുള്ളതല്ല, ആ പഠിച്ച ബോർഡിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുമ്പോൾ എല്ലാ മേഖലകളോട്ടും ആ ഒരു സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ടോ എന്നുള്ള ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് NAOS എന്നുള്ള, അപ്പോൾ നിങ്ങൾക്ക് എന്നെ നോക്കി അറിയാൻ പറ്റുന്നുണ്ട്, ഞാൻ എനിക്ക് 5-6 വർഷമായിട്ട് NAOS മാത്രമേ നിങ്ങൾക്ക് +2 10ാം ക്ലാസ് ആയിട്ട് ഒരു ഓപ്പൺ സ്കൂളിംഗ് പറയുന്നുള്ളൂ. ഡിഗ്രി ആണെങ്കിൽ ഞാൻ IGNO മാത്രമേ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയാൽ ഒരിക്കലും ആ കുട്ടി അതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് അങ്ങനെ വരണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ അക്രഡിറ്റേഷനും ഉള്ള അല്ലെങ്കിൽ എല്ലാവിധ അംഗീകാരങ്ങളുമുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഒരുവിധ പ്രശ്നങ്ങളും വരില്ല എന്നുള്ള പൂർണ്ണ ബോധത്തിലാണ് നമ്മൾ അതങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ NAOS എന്നുള്ള നമ്മുടെ ഈ ഒരു എക്സാമിനേഷന് 100% എല്ലാവിധ വാല്യൂകളും ഉണ്ട്. കാരണം NAOS ബോർഡിൽ നിന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് ഈ ഒരു കോഴ്സ് കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടായിരിക്കും. എല്ലാവിധം എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്, നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റും. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്, നമുക്ക് BPharmന് പോകാൻ പറ്റും. AIU അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളും NAOS സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണോ, കേരള യൂണിവേഴ്സിറ്റി പഠിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കണോ, നിങ്ങൾ കുസാറ്റ് പോയി പഠിക്കണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് എവിടെ പോയിട്ട് പഠിക്കണം, ഇനിയിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. റെഗുലർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് പോയി പഠിക്കാം. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം, അതിനൊന്നും ഒരു ലിമിറ്റേഷൻസും ഇല്ല. ഓക്കെ, നിങ്ങളെ പ്രായം അവർ യൂണിവേഴ്സിറ്റി അനുശാസിക്കുന്ന പ്രായപരിധിയിലുള്ളിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എന്നാൽ മറ്റുള്ള ബോർഡുകൾ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം,
ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ പരീക്ഷ എഴുതി എൻ്റെ അനിയനെ വിട്ടുകൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി, പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. സോ ഞാൻ അവരോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാർഡ്രോബിൽ കൊണ്ടുവച്ച് പൂട്ടി വെച്ചിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എല്ലാ മേഖലകളിലോട്ടും അപ്ലൈ ചെയ്യുമ്പോൾ അവിടുന്ന് റിജക്ഷൻ വരാതിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതാണോ അതിനാണ് അംഗീകാരമുള്ളത്. സോ ആ കേസിൽ, അങ്ങനത്തെ കേസിൽ നമ്മുടെ NU സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, നമുക്ക് LLB ഒക്കെ പോകണമെങ്കിൽ BCI ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ, നമ്മുടെ BSc നഴ്സിംഗിനൊക്കെ പോകണമെങ്കിൽ നോ പ്രോബ്ലം ആണ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ മത്സര മേഖലകളിലോട്ടും ഇനിയിപ്പോൾ CUT എക്സാം, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതണോ, നോ പ്രോബ്ലം, അതിന് അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ മേഖലകളിലോട്ടും ഒരു സർട്ടിഫിക്കറ്റ് അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, 6 മാസം കൊണ്ട് 10ാം ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ ശരി, 6 മാസം കൊണ്ട് തന്നെ +2 എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ കഷ്ടപ്പെട്ട് 2 വർഷം +1 +2 പഠിക്കണേ? അപ്പോൾ അവിടെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. സോ നമ്മളിത് ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും, അവിടെ തീരുമാനിക്കും, പ്രിജുഡിസ് ആണ്, മുൻകൂറായിട്ട് വിധിക്കും, അത് കള്ള സർട്ടിഫിക്കറ്റ് ആണ്, ഫേക്ക് ആണ്. അങ്ങനെയല്ല, NU സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് നിങ്ങൾ എടുത്തത് ഏത് വർഷത്തിൽ, ഇപ്പോൾ ഈ വർഷമാണ് എടുത്തതെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2 സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. 4 വിഷയങ്ങൾ വരെ പാസ്സാവും. പക്ഷേ ഒരു വിഷയത്തിൻ്റെ മാർക്ക് അവിടെ NUS ഹോൾഡ് ചെയ്ത് വെക്കും. അതെന്തിനാ, ഈ 2 വർഷം പഠിക്കണം, +1 +2 പോയി പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു ഇയർ ഗ്യാപ്പ് 2 വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ 6 മാസം കൊണ്ട് +2 എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഈ വർഷം 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി, 15 16 വയസ്സുള്ള കുട്ടിക്ക് ഒരിക്കലും ഈ വർഷം തന്നെ +2 ചെയ്യാൻ പറ്റില്ല. അവർ 2 വർഷത്തെ ഗ്യാപ്പ് എടുത്താലേ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. സോ അവിടെയാണ് നമ്മുടെ NU സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ശരിക്കും മനസ്സിലാക്കുക. ഇതറിയാത്ത ആളുകൾ ഇനി നിങ്ങൾ നാളെ ഒരാളോട് പറയുമ്പോൾ ഇതറിയാതെ പോകരുത് എന്ന് എഴുതിയാണ് ഈ ഒരു കാര്യം ഞാൻ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. സോ NU സർട്ടിഫിക്കറ്റ് വാല്യൂ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, 6 മാസത്തെ 10ാം ക്ലാസ് നിങ്ങൾ എടുത്താൽ പോലും +2 എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 വർഷത്തെ ഗ്യാപ്പ് കാണിക്കണം. ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് വരെ എഴുതിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു പേപ്പറിന്റെ മാർക്ക്, നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായാലും ആ മാർക്ക് അവിടെ തടഞ്ഞു വെക്കും. പിന്നെ നമുക്ക് 2 വർഷം ആയതിനു ശേഷമാണ് ആ പേപ്പർ എഴുതാൻ പറ്റുക. സോ അപ്പോഴാണ് നമുക്ക് ആ ഗ്യാപ്പ്, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കേരള ബോർഡിലോ അല്ലെങ്കിൽ CBSE ഒക്കെ റെഗുലറിലൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം പോയി പഠിക്കുന്ന ആ ഒരു ഗ്യാപ്പ് അവിടെ മെയിൻറ്റെയിൻ ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ അവിടെയും നമുക്ക് അംഗീകാരമുണ്ട്. ആ ഒരു ഗ്യാപ്പ് NUS ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, എല്ലാ മേഖലകളിലോട്ടും അപ്രൂവൽ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, ഏത് മേഖല കൊടുക്കുകയാണെങ്കിൽ NU സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാല്യൂഡ് ആണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ, ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, NU സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല, അതുകൊണ്ട് എനിക്ക് റെഗുലർ അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ പറയുകയാണ് 25 വയസ്സ് വരെയാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പ്രായപരിധി, അല്ലെങ്കിൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുപോകുന്ന ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 30 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു സർവകലാശാലയിൽ റെഗുലർ ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. കാരണം UGCയുടെ റൂൾ ഉണ്ടാവും 26 ഏജ് ലിമിറ്റ് എന്നുള്ള. ആ ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ നിന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു കുട്ടി 18 19 വയസ്സിലാണ് NUSന്റെ സർട്ടിഫിക്കറ്റ് +2 എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് റെഗുലർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ 26 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഡിസ്റ്റൻസ് ആയിട്ടാണ് അവിടെ ഓപ്ഷൻസ് ഉള്ളത്. അത് ഈ NU സർട്ടിഫിക്കറ്റിന്റെ കുഴപ്പമില്ല, നമ്മുടെ UGC, നമ്മൾ ഡിഗ്രിക്ക് മുൻപോട്ട് പോകുന്ന ആ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ റൂളാണ് 26 ഏജിന് മുകളിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ 22 23 ആണെങ്കിൽ പോലും ചില കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ തരത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരേ പ്രായമുള്ള ആളുകളെ ഒരു ക്ലാസ്സിൽ വെച്ച് പഠിപ്പിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി കംഫർട്ട് ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് 15 വയസ്സ്, ഒരാൾക്ക് 18 വയസ്സ്, ഒരാൾക്ക് 25 വയസ്സ്, അങ്ങനെ വ്യത്യസ്ത പ്രായങ്ങളാകുമ്പോൾ അവരെ ഒരേ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അനുശാസിച്ച രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലാണ് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് കിട്ടിയത്, NUS സർട്ടിഫിക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് പഠിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യതയില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയി പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ, 26 വയസ്സിന് ശേഷമുള്ള ആൾ ഇപ്പം നമ്മുടെ NUSൽ +2 ചെയ്തതിന് മക്കളെ നിങ്ങൾ റെഗുലർ ചെയ്യേണ്ട, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തോളൂ. പക്ഷേ റെഗുലർ എല്ലാത്തിനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ BTechനൊക്കെ പോകുകയാണെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റികളും 30-33 ഏജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു B.Pharmന് പോകുകയാണെങ്കിലൊക്കെ അവിടെ ഏജ് കുറച്ചും കൂടി നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് കുറച്ചുകൂടി 26 എന്നുള്ളത് കുറച്ചുകൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാൽ റെഗുലർ ആയിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് 25-26 ഒക്കെയാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ NUS സർട്ടിഫിക്കറ്റ് വാല്യൂവിനെ നമ്മൾ മുൻവിധി പറയേണ്ട, നമ്മൾ ആ പ്രായത്തിൻ്റെ എപ്പോഴും ഏജ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഏജ് ബാർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ NUS സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലെന്ന് പറയേണ്ട കാര്യമല്ല, അതിന് വാല്യൂ ഉണ്ട്. ഇനി NUSന് വാല്യൂ ഇല്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, NUS ബോർഡിൽ നമുക്ക് അറിയുന്നുണ്ടാവും ഏത് പേപ്പേഴ്സ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. സയൻസിൻ്റെ ഇംഗ്ലീഷോ മലയാളമോ ഫിസിക്സോ കെമിസ്ട്രി ബയോളജിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഏത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, വാട്ടർ നിങ്ങൾക്ക് പേപ്പേഴ്സ് എടുക്കാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, 10ാം ക്ലാസ് ആണെങ്കിൽ സയൻസ്, സോഷ്യൽ, മാത്സ് അങ്ങനെയുള്ള പേപ്പേഴ്സ് എടുക്കാം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ മറ്റുള്ള ബോർഡുകളിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ CBSE ബോർഡിൽ നിന്നോ ICSE ബോർഡിൽ നിന്നൊക്കെ ഒരു കുട്ടി +2 പാസ്സാവുന്നത് ഏത് സ്ട്രീമിലാണ് നോക്കുക. ഇപ്പോൾ +2 സയൻസ് കുട്ടിയാണെങ്കിൽ കേരളത്തിൽ പാസ്സാവുന്നുണ്ടാവുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എടുത്തത്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് മാത്സ് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സിൽ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് അങ്ങനെ എടുത്ത കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊമേഴ്സ് എടുത്ത കുട്ടി. അങ്ങനെ ഏത് പേപ്പേഴ്സ് ആണ് ഒരു കുട്ടി കേരളത്തിൽ മറ്റുള്ള ബോർഡുകളിൽ നിന്ന് പാസ്സാവുന്നത് അതേ പേപ്പേഴ്സാണ് നമ്മൾ എടുത്ത് എഴുതണം. NUS എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഇവിടെ നമുക്ക് വാല്യൂ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സബ്ജക്ട്സുകൾ ഉണ്ടാവും. അത് എന്ത് വാല്യൂ, PSC വാല്യൂ ഉള്ള പേപ്പേഴ്സ്, PSC വാല്യൂ ഇല്ലാത്ത പേപ്പേഴ്സ്, നമുക്ക് റെഗുലർ ആയിട്ട് പോകാൻ പറ്റുന്ന പേപ്പേഴ്സ്, പോകാൻ പറ്റാത്ത പേപ്പേഴ്സ്. സോ NUS പറയുന്നത് നിങ്ങൾ ജസ്റ്റ് 5 വിഷയങ്ങൾ പാസ്സായാൽ മതി, അതിലൊരു ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം എന്നുള്ള. ആ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് നിങ്ങൾ പാസ്സാവണം. വേറെ ഏതെങ്കിലും 4 വിഷയങ്ങൾ നിങ്ങൾ പാസ്സായാൽ മതി. അത് വാല്യൂ ഉള്ളത് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഹോം സയൻസ്, ഡാറ്റ എൻട്രി, പെയിന്റിംഗ് തിയറി, ഇന്ത്യൻ കൾച്ചർ ലിറ്ററേച്ചർ, ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. സോ PSC അംഗീകരിക്കാത്ത പേപ്പേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ 5 വിഷയങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ NUS നിന്ന് പാസ്സാവണം, ഡിഗ്രിക്ക് ഇഗ്നോക്ക് കൊടുക്കണതിനുള്ള പ്രയാസങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടും. എന്നാൽ ഈ റെഗുലർ ആയിട്ടുള്ള കോളേജുകളിൽ പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ അവരൊരു പക്ഷേ നോക്കുന്നുണ്ടാവുക ഈ പേപ്പേഴ്സ് ആണ്. ഇപ്പോൾ PSCക്ക് കൊടുക്കും നമ്മൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി ഒക്കെ ഹ്യൂമാനിറ്റീസിൽ നോക്കും. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന് നിങ്ങൾ എന്തെങ്കിലും അംഗീകാരത്തിന് റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെ നോക്കുക സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള പേപ്പേഴ്സ്. അപ്പം എമിഗ്രേഷൻ ക്ലിയറൻസിന് പോലും ആ പേപ്പേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാതെ മിക്സപ്പ് ചെയ്തിട്ട് കുട്ടികൾ എടുക്കും. അപ്പോൾ NUSന്റെ സബ്ജക്ട്സുകൾ മിക്സപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളുടെയും മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ എടുക്കണേ തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് അത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. പക്ഷേ മറ്റുള്ള എല്ലാ ബോർഡുകളിലുള്ള കുട്ടികൾ എടുക്കുന്ന പേപ്പേഴ്സിന് അതേപോലുള്ള പേപ്പേഴ്സ് ഒരു 60% അതേ കണ്ടന്റ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കതിന് ഈക്വലൻസി, തുല്യത ലഭിക്കുള്ളൂ. ഈ തുല്യത നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ കേരളത്തിൽ നിന്നൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈക്വലൻസി എടുക്കേണ്ടത് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേരള ബോർഡിൽ നിന്നാണ് നമ്മൾ ഈക്വലൻസി എടുക്കേണ്ടത്. സോ എവിടെ നിന്നാണ് ഈക്വലൻസി എടുക്കുന്നത്? ആ ഈക്വലൻസി എടുക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ എടുത്ത പേപ്പേഴ്സിൻ്റെ അതേ മൂല്യമുള്ള പേപ്പേഴ്സ് തന്നെ ആയിരിക്കണം നമ്മൾ പഠിച്ചത് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. PSCക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ PSC അംഗീകാരങ്ങൾ ഉണ്ടാവുള്ളൂ. സോ NUSൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് ഏതെങ്കിലും പേപ്പേഴ്സ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഫിസിക്സ് എടുക്കും സയൻസിൽ നിന്ന്, കോമേഴ്സിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസ് എടുക്കും, ഹ്യൂമാനിറ്റീസിൽ നിന്ന് സോഷ്യോളജി എടുക്കും, എന്നിട്ട് ഇത് 3 വെച്ചിട്ട് ഇംഗ്ലീഷും മലയാളം വെക്കും. +2 ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ സയൻസ് ആണോ കോമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് മിക്സപ്പ് ചെയ്തിട്ട് എന്താ പറയുക 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കരുത്. ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. NUSൽ നിങ്ങൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് സബ്ജക്ട്സ് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്ട്സും ഞാൻ കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് PSC അംഗീകാരം അല്ലെങ്കിൽ നമ്മുടെ കേരള ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ CBSEയിലൊക്കെ എല്ലാ കുട്ടികൾക്കും ഏതൊക്കെ പേപ്പേഴ്സാണ് കൊടുക്കുന്നത് അതേ പേപ്പേഴ്സാണ് നമ്മുടെ കുട്ടികൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി പോയിട്ട് തിരിച്ച് റിജക്ഷൻ ആയിട്ട് ഇങ്ങോട്ട് വരാത്തത്. ഓക്കെ, പഠിക്കാൻ കുറച്ച് കണ്ടന്റ് ഒക്കെ ഉള്ള പേപ്പേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 100% ഉണ്ടായിരിക്കും. ഇതല്ലാതെ വേറെ ഒരുപാട് ആളുകൾ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഹെറിറ്റേജ്, ഹോം സയൻസ്, പെയിന്റിംഗ് തിയറി, ഒരുപാട് അതർ എന്താ പറയുക യോഗ, ഓണ്ടർപ്രണർഷിപ്പ്, അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള പേപ്പേഴ്സ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിന് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പ്ലസ് ജസ്റ്റ് ഒരു ഡിഗ്രി അറ്റൻഡ് ചെയ്താൽ മതി. അത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള അപ്രൂവൽ ഡിഗ്രിക്ക് പോകാൻ സാധിക്കും. പക്ഷേ PSC അംഗീകാരം വേണം, റെഗുലർ ആയിട്ട് പോയി പഠിക്കണം, ഈ സർട്ടിഫിക്കറ്റ് അതേ ഈക്വലൻസി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, കേരള ബോർഡ്, നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള മറ്റു ബോർഡുകൾ, കേരള ബോർഡ് ആയാലും ശരി, നമ്മുടെ CBSE ബോർഡ്, ICSE, അവരുടെ പേപ്പേഴ്സ് ഏതാണോ ആ പേപ്പേഴ്സ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വാല്യൂ ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വരാത്തത്. നമ്മൾ എടുത്ത പേപ്പേഴ്സ് ഇങ്ങനത്തതാണ്, നമ്മൾ ഇങ്ങനത്തെ പേപ്പേഴ്സേ കൊടുക്കുന്നുള്ളൂ. ഇതല്ലാതെ പഠിക്കാൻ എളുപ്പമാണ്, അറ്റൻഡ് ചെയ്താൽ പാസ്സാണ്, കുറേ പേപ്പേഴ്സുകൾ അവൈലബിൾ ആവും. സോ ആ പേപ്പേഴ്സ് എടുത്ത് പഠിച്ചിട്ട് പിന്നീട് റിജക്ഷൻ ആയിട്ട് കുട്ടികൾ വരും. അപ്പം ഞാൻ അവരോട് പറയാം, എന്താ നിങ്ങൾ ചേഞ്ച് ചെയ്തോ, സബ്ജക്ട്സ് വാല്യൂ ഉള്ള പേപ്പേഴ്സിലോട്ട് മാറ്റിക്കോ എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു +2 പാസ്സായാൽ മതി, 5 വിഷയങ്ങൾ പാസ്സായാൽ മതി, ഒരു ലാംഗ്വേജും നിങ്ങൾക്ക് വേറൊരു 4 സബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങളെ മുന്നിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാനുള്ള 2 സബ്ജക്റ്റും കൂടി ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാല്യൂ ഉള്ള പേപ്പേഴ്സ് എടുത്തു കൊടുത്താൽ, അല്ലെങ്കിൽ പാർട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നമുക്ക് പാരലായിട്ട് സയൻസോ, നമുക്ക് പാരലായിട്ട് 4 വിഷയങ്ങൾ വരെ ഈ 5 കൂടെ 4 സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ +2 പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രൈറ്റീരിയാസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ പാലിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ 100% അതിന് അംഗീകാരങ്ങളുണ്ട്. ആർക്കും അത് അംഗീകാരം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അത് PSC ബോർഡാണ് ശരി, RRB, SSC, UPSC ഏത് ബോർഡുകളാണെങ്കിലും ശരി. ഇനി അതല്ല റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണം, അല്ലെങ്കിൽ +1ക്ക് ഇപ്പോൾ 10ാം ക്ലാസ് ഈ വർഷം പാസ്സായ കുട്ടികൾ ആ പറഞ്ഞ 16-15 വയസ്സിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കേരള ബോർഡ് തന്നെ 2 വർഷം പോയി പഠിക്കാം, സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ അലോട്ട്മെന്റുകൾ കഴിഞ്ഞാൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊക്കെ സീറ്റുകൾ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് പ്ലസ് ടു NAOസിൻ്റെ അല്ലെങ്കിൽ 10ാം ക്ലാസ് NAOസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എന്താണോ ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, NAOS ബോർഡുമായിട്ടും PSC ബോർഡുമായിട്ടും മറ്റുള്ള എല്ലാ വാല്യുള്ള ബോർഡുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലീഗൽ സൈഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ മാക്സിമം എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്ത് NAOS സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം NAOS സർട്ടിഫിക്കറ്റ് 100% വാല്യൂ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി ഏതാണെന്ന് അറിയില്ല, വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി അറിയില്ല, ഏത് കോഴ്സാണ് നല്ലതെന്ന് അറിയില്ല, എനിക്ക് ഏതാണ് ബെറ്റർ എന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ മക്കളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ 3ാമത്തെ ബാച്ച് ലാസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നു കൊടുക്കുക. ഫ്രീ ഫൗണ്ടേഷൻ, സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ആർക്കും അറ്റൻഡ് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.